വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ജോണിൻ്റെ ഓഫീസാണ് എന്നുള്ള ഇതിൽ സത്യഭാമയാണെങ്കിൽ പലഹാരങ്ങൾ വിൽക്കാനായിട്ട് എത്തുന്നുണ്ട്. അന്നേരമാണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. അവർ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കമ്പനിയുടെ പേരെവിടെ അത് ഇത് എന്ന് പറഞ്ഞിട്ട്, അതായത് മനഃപൂർവ്വം സത്യഭാമയെ അപമാനിക്കുക എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അന്നേരമാണെങ്കിൽ ശാലിനി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ജോണും അവിടെ ഉണ്ട്. ജോൺ പറയുന്നുണ്ട്, ഇതുപോലെയുള്ള കള്ളത്തട്ടിപ്പുകാരൊക്കെ ആരായി കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റി വിട്ടത്, പിടിച്ച് പുറത്ത് തള്ളു ഇവരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. പക്ഷേ സത്യഭാമയെ വളരെ ആക്ഷേപിച്ച് ജോൺ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ശാലിനി കണ്ടു എന്ന് കാണുമ്പോൾ സത്യഭാമയ്ക്ക് അവിടെ ശാലിനിയോട് ഇങ്ങോട്ട് ദേഷ്യം വരികയാണ്. ഭാമ അവിടെ നിന്ന് ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. ശാലിനി പോകാൻ പറയുമ്പോൾ പോകുന്നുണ്ട്. അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ അതിനുശേഷം വിഷ്ണു അവിടെ ഉണ്ട്. അന്നേരം വിഷ്ണുവിനോട് ഭാമ വിഷ്ണുവിനോട് ആണെന്ന് തോന്നുന്നു പറയുന്നത്, എന്നെ മനഃപൂർവ്വം ഇവിടേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചതാണ് അവൾ എന്നിങ്ങനെ വിഷ്ണുവിനോട് പറയുകയാണ്. പക്ഷേ ശാലിനി അറിഞ്ഞ കാര്യമല്ലല്ലോ, ജോൺ വിളിച്ചിട്ടല്ലേ സത്യഭാമ വന്നത്. അന്നേരം പക്ഷേ വിഷ്ണുവിൻ്റെ കാര്യം മനസ്സിലാവുന്നതുകൊണ്ട് വിഷ്ണു ഇങ്ങനെ കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ജോണിനെ ഇങ്ങനെ വിഷ്ണു നോക്കുന്നുണ്ട്. അതിനുശേഷം ജോണാണെങ്കിൽ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഈ ഓട്ടോക്കാർ എല്ലാവരും കൂടി എന്തോ വട്ടം കൂടുന്നുണ്ട്. കമലനും ബാക്കി എല്ലാവരും കൂടി. അങ്ങനെ ജോണാണെങ്കിൽ ആ കാറിൻ്റെ അവിടത്തേക്ക് ഇങ്ങനെ റോഡിലിങ്ങനെ വീഴുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ചെന്നിങ്ങനെ കൈ കൊടുക്കുകയാണ് എഴുന്നേൽപ്പിക്കാനായിട്ട്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട്, എന്നെ അമ്മയെ അവിടെ നിർത്തി അപമാനിച്ചതിന് നിന്നെ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം കമലിനും എല്ലാവരുമൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് പിന്നീട് ജോൺ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ജോണിൻ്റെ കൂടെ സതീശൻ എന്നുള്ള ഡ്രൈവറുണ്ട്. അന്നേരം ശാലിനി നോക്കുമ്പോൾ ഈ ഡ്രൈവറുടെ കയ്യിൽ മദ്യക്കുപ്പിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കി ശാലിനി നോക്കി ചിരിക്കുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്യഭാമയെ അപമാനിച്ചതിന് അവിടെ എന്തായാലും ശാലിനി ഒരു മറുപടി അവിടെ ജോണിന് കൊടുക്കുമായിരിക്കും. പക്ഷേ ജോൺ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു. സത്യഭാമയ്ക്കാണെങ്കിൽ വീണ്ടും ഒരു ദേഷ്യോടെ ശാലിനിയോട് വന്നിരിക്കുകയാണ്. ശാലിനി കൂടെ ഉണ്ടായിട്ടും അവിടെ അപമാനിച്ചു, ശാലിനി കാരണമാണെന്നൊക്കെയാണ് ഇപ്പോൾ വീണ്ടും സത്യഭാമയുടെ വാദം. ഇനി അതൊക്കെ എന്താകും എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.